ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ബൈ നജി കമർ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തം മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് തന്നെ തമ്പോർഡ് മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നോർമലായിട്ടുള്ള ഒരു തമ്പോർഡ് മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നമ്മുടെ ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. ജിപ്സോ ഫ്ലവർ ഓർ ബേബി ബ്രെത്ത് എന്ന് പറയും. അതുപോലെ ഫേവി ബോണ്ട് ഗ്ലൂ ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മുടെ ഒരു ടാപ്പ് ഡിസ്പെൻസർ ഉണ്ട്. പിന്നെ നമ്മുടെ തമ്പോർഡും. അപ്പോൾ ഈ ഒരു ജിപ്സോ ഫ്ലവർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബണ്ടിലാക്കിയിട്ട് അതൊന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 6-8 ബൺസുമാണ് കേട്ടോ നമ്മൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു തമ്പോർഡിൽ ആ ഒരു പേപ്പേഴ്സൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ ഓൾറെഡി എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വിത്ത് ഗ്ലൂ മെറ്റീരിയലാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനത് പീല് ചെയ്തിട്ട് അതിൽ വേണ്ടതൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ബേക്ക് ഭാഗം ഇപ്പോൾ പീല് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൂ ഒക്കെ അതിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ഡ്രൈ ആയതിനു ശേഷം പീല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട്, അപ്പം ഒരു ഫ്ലവർ ഫസ്റ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ കൂടി ഗ്ലൂ ആക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നെക്സ്റ്റ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു മീൻസ് ആ ഒരു ഭാഗം നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല. ഫുള്ള് ഫ്ലവറായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ ഈ ഒരു ഫെവി ബോണ്ടിൽ ഒട്ടിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഈസി ടാസ്ക് അല്ല കേട്ടോ. കാരണം കുറച്ച് ടൈം എടുക്കും. ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഗ്ലൂ ഗൺ ആകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് പണി കഴിയും. പക്ഷെ അത് അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കില്ല. മീൻസ് ഇളകി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതാവുമ്പോൾ നമ്മൾക്ക് കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും അടിപൊളിയായിട്ട് അത് നിന്നോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം സ്റ്റിക്കായതിനു ശേഷം ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി പോകത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് തമ്പ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു വൈറ്റ് പേപ്പർ വെച്ച് കൊടുക്കുക. അതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നുള്ളത്. ഞാൻ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടല്ലോ, സ്ക്രാപ്പ് ബുക്കിൻ്റെ പേപ്പർ പാക്സിലാണ് ഇത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ബേസിക് കാര്യങ്ങൾ കൂടി അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിന്നീട് കമൻ്റായിട്ടോ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഈ ഒരു തമ്പ് ഇംപ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ബേക്കിലുള്ള ആ ഒരു പേപ്പർ കൂടി പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ ഇങ്ങനെ നെയിമിൻ്റെ മുകളിലുള്ള ജസ്റ്റ് ഒരു പേപ്പറും കൂടി ഒന്ന് പീൽ ഓഫ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു തമ്പോട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനി ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇൻഷാല്ലാ ആ ഒരു വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.